ശ്രീമന്നാരായണീയം ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും. ശ്ലോകം 5. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു ഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. രമ്യേഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവൈര്യസവൈര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. കഴിഞ്ഞ ശ്ലോകത്തില് ഇളാവൃതത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള കേതുമാലം എന്ന ഭൂഖണ്ഡത്തില് ഇവിടെ പ്രദ്യുമ്നനെയാണ്, കാമദേവന്റെ അവതാരമായ പ്രദ്യുമ്നനെയാണ് പ്രജാപതി സുതന്മാരും മഹാലക്ഷ്മിയും കൂടി നന്നായിട്ട് പൂജിക്കുന്നത്. ഇനി ഉദീജി ഖലു രമ്യേ ഹി, ഇളാവൃതത്തിന്റെ നേരെ വടക്കു ഭാഗത്തുള്ളതും ഉദീജി ഖലു വടക്കു ഭാഗത്തുള്ളതും രമ്യേ ഹി രമണീയം തന്നെയായതും മനോഹരമായതും രമ്യക നാംനി രമ്യകം എന്ന് പേരുള്ളതുമായ വർഷേ ഭൂഖണ്ഡത്തിൽ, ഇളാവൃതത്തിന്റെ നേരെ വടക്കു ഭാഗത്തുള്ള മനോഹരമായ രമ്യകം എന്ന് പേരുള്ള ആ ഭൂഖണ്ഡത്തില് തദ് വർഷനാഥ, തദ് വർഷ ആ രമ്യക വർഷത്തിന്റെ നാഥനായ മനുവൈദ്യ മനുശ്രേഷ്ഠനാൽ വൈവസ്വത മനുവാൽ സപൈര്യമാണം നല്ലവണ്ണം പൂജിക്കപ്പെടുന്നവനായി. ഇനി അവിടെ ആരെയാണ് പൂജിക്കുന്നത്? ഭക്തൈകവത്സലം, ഭക്തയേകവത്സലം, ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവരിൽ മുഖ്യനായിട്ട് പ്രധാനപ്പെട്ടയാളായിട്ട് അമത്സര ഹൃത്സു, ഹൃത്സു ഹൃദയങ്ങളിൽ, അമത്സര നിർമ്മത്സരന്മാരുടെ ഹൃദയങ്ങളിൽ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായി, ഭാന്തം വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായി. അതായത് മതമത്സര്യ കാമക്രോധ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത നല്ല ഹൃദയങ്ങളിൽ, പരിശുദ്ധമായിട്ടുള്ള ഹൃദയങ്ങളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായി മത്സ്യാകൃതി മത്സ്യരൂപത്തിൽ അവതരിച്ചവനായ ഭുവനനാഥ ലോകൈകനാഥ ഭവന്തം ഭജേ, അങ്ങയെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു. ഇളാവൃതത്തിന്റെ നേരെ വടക്കു ഭാഗത്തുള്ള മനോഹരമായ രമ്യകം എന്നു പേരുള്ള ഭൂഖണ്ഡത്തില് ആ രമ്യക ഭൂഖണ്ഡത്തിന്റെ നാഥനായ വൈവസ്വത മനു അവിടെ മത്സ്യാവതാര മൂർത്തിയെ പൂജിക്കുന്നു. ഭക്തജനങ്ങളിൽ ഏറ്റവും വാത്സല്യമുള്ളവനായ പരിശുദ്ധമായ ഹൃദയങ്ങളിലെല്ലാം വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായ മത്സ്യരൂപത്തിൽ അവതരിച്ചതായ ആ ലോകൈകനാഥനായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.